നമസ്കാരം. ധനുസ് പീസ് എല്ലാവർക്കും സ്വാഗതം. കേരള പീസ് നടത്തിയ വുമൻ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ ഫൈനൽ ആൻസർ കീയാണ്. ഫസ്റ്റ് പേപ്പർ കോഡ് 52/2017 ആണ്. അപ്പോൾ ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന വുമൻ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക, അതേപോലെ LDS, LDC, LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾക്കൊക്കെ തന്നെ ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണിത്. 52/2017 ചോദ്യപേപ്പറിൽ നിന്നും പല പരീക്ഷകൾക്കുമായി പലപ്പോഴും പല ചോദ്യങ്ങളും ആവർത്തിച്ച് വരാറുണ്ട്. നമുക്ക് ഇനിയുള്ള പരീക്ഷകൾക്കും അത് പ്രതീക്ഷിക്കാം. അപ്പോൾ എപ്പോഴും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ ആവർത്തന ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കണം. എത്ര ധാരാളം കണ്ടന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പഴയകാല ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുക. കാരണം ആ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരാൻ സാധ്യതയേറെയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുകൂടി കൂടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് ഇതാണ്. ഒന്നാമത്തെ ചോദ്യം: കേരളത്തിൽ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട് ജില്ല. കേരളത്തിൽ മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. താഴെ പറയുന്നവരിൽ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത്? ഉത്തരം VR കൃഷ്ണനെഴുത്തച്ഛൻ. VR കൃഷ്ണനെഴുത്തച്ഛൻ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അധ്യക്ഷതയിലാണ്. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ഉത്തരം ലാറ്റിൻ ഭാഷയിലാണ്. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ്. ലാറ്റിൻ ഭാഷയിലാണ്. നെക്സ്റ്റ് വൺ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആരാണ്? ഉത്തരം BN റാവു. BN റാവു. അടുത്ത ചോദ്യം: 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്ത ചോദ്യം: പാർലമെൻറ്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം? പാർലമെൻറ്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം ഏതാണ്? 11 മണി. 11 മണി. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. 2016 വീശിയടിച്ച വർധ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം പാകിസ്ഥാൻ. പാകിസ്ഥാൻ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? ഉത്തരം 45. 45. നെക്സ്റ്റ് വൺ: ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനി ഏതാണ്? ഉത്തരം നെടുങ്കയം. നെടുങ്കയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് ക്യാഷ്ലെസ് കോളനിയാണ് നെടുങ്കയം. നെക്സ്റ്റ് വൺ: ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ? ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആരാണ്? ആൻസർ മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്. പുതുവത്സരാഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? പുതുവത്സരാഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി ആരാണ്? ഉത്തരം ഔറംഗസേബ്. ഉത്തരം ഔറംഗസേബ്. ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്നാണ്? ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത് എന്നാണ്?
ആൻസർ 1949 നവംബർ 23. 1949 നവംബർ 23. നെക്സ്റ്റ് വൺ, വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? വില്യം ഹോക്കിൻസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം ജഹാംഗീർ. വില്യം ഹോക്കിൻസ് ഇന്ത്യയിൽ വന്നപ്പോൾ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ആയിരുന്നു. നെക്സ്റ്റ് വൺ, 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആൻസർ ജയപ്രകാശ് നാരായണൻ. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായൺ. നെക്സ്റ്റ് വൺ, നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? നീൽ ദർപ്പൺ എന്ന ബംഗാളി നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്ര. ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഹിതകാരിണി സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ജ്യോതിബ ഫൂലെ. ജ്യോതിബ ഫൂലെ. നെക്സ്റ്റ് വൺ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഉത്തരം ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹൽ. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ബംഗാൾ. ബംഗാൾ. നെക്സ്റ്റ് വൺ, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഉള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ദേശസാൽകൃത ബാങ്ക് ഏതാണ്? ഉത്തരം വിജയ ബാങ്ക്. വിജയ ബാങ്ക്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1969. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം 1969. നെക്സ്റ്റ് വൺ, റൂർക്കലയിൽ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം ജർമ്മനി. ജർമ്മനി. നെക്സ്റ്റ് വൺ, വില്ലുവണ്ടി യാത്രാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം അയ്യങ്കാളി. ആൻസർ അയ്യങ്കാളി. നെക്സ്റ്റ് വൺ, അമോഘവർഷൻ്റെ കവി രാജമാർഗം ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്? അമോഘവർഷൻ്റെ കവി രാജമാർഗം ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്? ആൻസർ കന്നഡ. കവി രാജമാർഗം കന്നഡ ഭാഷയിൽ രചിക്കപ്പെട്ട കൃതിയാണ്. നെക്സ്റ്റ് വൺ, കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഏതാണ്? കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ്? ആൻസർ ബസവണ്ണ. ബസവണ്ണ. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ബസവണ്ണ. നെക്സ്റ്റ് വൺ, അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആരാണ്? അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ദസ്വന്ത്. ദസ്വന്ത്. രാസ്നാമ
ദസ്വന്ത്. ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക? ആൻസർ കറുപ്പ്. ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക? കറുപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുക. നെക്സ്റ്റ് വൺ. ആധുനിക ടെന്നീസിൽ പ്രൊഫഷണൽ യുഗം ഏറ്റവും കൂടുതൽ സിംഗിൾസ് കിരീടം നേടിയ താരം ഏതാണ്? ആൻസർ സെറീന വില്യംസ്. ഇതൊരു പക്ഷേ ചേഞ്ച് ആയേക്കാം, അപ്ഡേറ്റ് ചെയ്യുക പ്ലീസ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കേരളം. ഓപ്ഷൻ സി കേരളം. നെക്സ്റ്റ് വൺ. ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം ഏതാണ്? ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ 1996. 1996 ആണ് ചൈൽഡ് ലൈൻ സ്ഥാപിതമായത്. നെക്സ്റ്റ് വൺ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമഗതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടി. നെക്സ്റ്റ് വൺ. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ. നെക്സ്റ്റ് വൺ. 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏതു കപ്പലിലെ നാവികനായിരുന്നു? ആൻസർ INS തൽവാർ. INS തൽവാർ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം? നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ 1914 ആണ്. നായർ സർവീസ് സൊസൈറ്റി 14. നെക്സ്റ്റ് വൺ. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ആൻസർ 2012 നവംബർ 1. 2012 നവംബർ 1. നെക്സ്റ്റ് വൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. നെക്സ്റ്റ് വൺ. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ നവംബർ 19. നവംബർ 19. നെക്സ്റ്റ് വൺ. മുഴുവൻ പാർലമെൻറ്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? ആൻസർ സൻസദ് ആദർശ് ഗ്രാമയോജന. സൻസദ് ആദർശ് ഗ്രാമയോജന. സൻസദ് ആദർശ് ഗ്രാമയോജന. നെക്സ്റ്റ് വൺ. കേരളം കുണ്ട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം ജില്ല. കേരളം കുണ്ട് വെള്ളച്ചാട്ടം മലപ്പുറം ജില്ലയിലാണ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സുഗന്ധവ്യഞ്ജന മ്യൂസിയം എവിടെയാണ്? ഉത്തരം കൊച്ചി. കൊച്ചി. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച്? കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. മുഴുപ്പിലങ്ങാട്. നെക്സ്റ്റ് വൺ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ആൻസർ സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയാണ് സുഗതകുമാരി. സുഗതകുമാരി. നെക്സ്റ്റ് വൺ. ശബ്ദത്തെ വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഉത്തരം മൈക്രോഫോൺ. ശബ്ദത്തെ
വൈദ്യുത വ്യതിയാനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ആണ് മൈക്രോഫോൺ. മൈക്രോഫോൺ. നെക്സ്റ്റ് വൺ, ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ഉത്തരം ഷിക് ടെസ്റ്റ്. ഉത്തരം ഷിക് ടെസ്റ്റ്. ഷിക് ടെസ്റ്റ്. ഡോട്ട് ടെസ്റ്റ് എന്തിനുള്ളതാണ്? ഡോട്ട് ടെസ്റ്റ് ക്ഷയം. ഡോട്ട് ടെസ്റ്റ് ക്ഷയത്തിനുള്ളതാണ്. വൈഡൽ ടെസ്റ്റ് എന്തിനുള്ളതാണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വൈഡൽ ടെസ്റ്റ് എന്തിനുള്ളതാണ്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. ഷിക് ടെസ്റ്റ് ഷിക് ഡിഫ്തീരിയ. ഷിക് ഡിഫ്തീരിയ. ഇഷിഹാര ടെസ്റ്റ് എന്തിനുള്ളതാണ്? വർണ്ണാന്ധത. 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 ഒന്നുകൂടി, ഡോട്ട് ടെസ്റ്റ് ക്ഷയത്തിനുള്ളതാണ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിനുള്ളതാണ്. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയക്കുള്ളതാണ്. വർണ്ണാന്ധത ഇഷിഹാര ടെസ്റ്റ്. ഓക്കെ, നിങ്ങൾ എഴുതിയല്ലോ. ഇഷിഹാര, വർണ്ണാന്ധത എപ്പോഴും ചോദിക്കുക, മാറി മാറി ചോദിക്കുന്നുണ്ട്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ചോദിക്കുന്ന എപ്പോഴും ഏതാണ്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഡിഫ്തീരിയ, ഷിക്ക്. ഓക്കെ, ഡിഫ്തീരിയ, ഷിക്ക്. നെക്സ്റ്റ് വൺ, സൂര്യാസ്തമനത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് എന്താണ്? ഉത്തരം ഭൗമവികിരണം. 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 നെക്സ്റ്റ് വൺ, ഏറ്റവും ഭാരം കൂടിയ വാതകം ഏതാണ്? ഏറ്റവും ഭാരം കൂടിയ വാതകം ഏതാണ്? ഉത്തരം റാഡോൺ. ഇവിടെ റാഡോൺ. ഏറ്റവും ഭാരം കൂടിയ വാതകം. ഏറ്റവും ഭാരം കൂടിയ വാതകം ഏതാണ്? റാഡോൺ. നെക്സ്റ്റ് വൺ, പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലോജൻ ഏതാണ്? പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലോജൻ ഏതാണ്? ആൻസർ അസ്റ്റാറ്റിൻ. അസ്റ്റാറ്റിൻ. പ്രകൃതിയിൽ ഏറ്റവും ദുർലഭമായി കാണുന്ന ഹാലോജൻ ഏതാണ്? അസ്റ്റാറ്റിൻ. നെക്സ്റ്റ് വൺ, എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? എൻഡോസൾഫാനിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ആൻസർ ഓർഗാനോക്ലോറിൻ. ഓർഗാനോക്ലോറിൻ. എൻഡോസൾഫാൻ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ഓർഗാനോക്ലോറിൻ. അടുത്ത ചോദ്യം, ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്നാണ്? ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? ഉത്തരം 2008 നവംബർ 4. 2008 നവംബർ 4 ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2008 നവംബർ 4. നെക്സ്റ്റ് വൺ, 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച മേഖല ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച മേഖല ഏതാണ്? ആൻസർ സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ പട്ടികവർഗ ക്ഷേമകാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശ്. പട്ടികവർഗ കാര്യങ്ങൾക്കായി, ക്ഷേമകാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എത്രയാണ്? 17.64%. 17.64%. നെക്സ്റ്റ് വൺ, രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘടനയുടെ പ്രവർത്തന ഫലമായി പാസാക്കിയ നിയമം ഏതാണ്? ഉത്തരം വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം. നെക്സ്റ്റ് വൺ, ഗിർന നദി
പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏതാണ്? ഗിർന നദി. പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏതാണ്? താപ്തി. താപ്തി. നെക്സ്റ്റ് വൺ, ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി 2006 ഒക്ടോബർ 26. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് എന്നാണ്? 2006 ഒക്ടോബർ 26. നെക്സ്റ്റ് വൺ, നീതി ആയോഗ് ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗിരി അധ്യക്ഷനല്ലേ? ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. സുമൻ ബെറി. കറണ്ട് അഫെയർ ആണ്. നെക്സ്റ്റ് വൺ, റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യും കേട്ടോ. കമൻറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം. റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം ഏതാണ്? ആൻസർ സാക്ഷി മാലിക്. സാക്ഷി മാലിക്. സ്വരാജ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? സ്വരാജ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ. നെക്സ്റ്റ് വൺ, they had a chat dash a cup of tea. Answer over. They had a chat over a cup of tea. Over a cup of tea. If he had informed me about the price hike. Answer option C ആണ്. I would have bought some in advance. Next one, pilgrims come here but few stay overnight implies that. Answer option D ആണ്. No pilgrims stay overnight. നമുക്കത് വേറൊരു വീഡിയോ ഉൾപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ. 50-60 ക്വസ്റ്റ്യൻസ് അപ്പോൾ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും വരുന്നുണ്ട്. വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും ചെയ്യാം. താങ്ക് യു.